സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് ഒരു ടെസ്റ്റാണ്. അതിനുശേഷം പിന്നെ നമ്മൾ സബ്ജക്ട് ടെസ്റ്റുകളിലേക്കും അങ്ങനെ അങ്ങ് പോവാണ്. നമ്മളൊരു 3 ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? യെസ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലിമിറ്റേഷൻ. നമ്മൾ സാധാരണ എപ്പോഴും ഒരു സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് എടുക്കുക, അതിൻ്റെ മാർക്ക് മാത്രം നോക്കുക, അതിനുശേഷം നമ്മൾ നേരെ ടെസ്റ്റ് സീരീസിലോട്ട് അങ്ങ് പോവുകയാണ്. നമ്മൾ ശരിക്കും അവിടെ അസസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ടെസ്റ്റിലൂടെ നമുക്കത് മനസ്സിലാവുക ഭയങ്കര പ്രയാസമായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മിനിമം ഒരു 2-3 ടെസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2-3 ടെസ്റ്റ് എന്ന് പറയുമ്പം UPSCയുടെ പാറ്റേണിൽ തന്നെ നമ്മൾ ഫോം ചെയ്തൊരു 3 ടെസ്റ്റ്, അതും ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒരുപാട് സമയം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൊടുക്കാതെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഒരു 3 ടെസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യുക. നമ്മൾ വേറെ ഒന്നും അതിലൂടെ കണ്ടൻറ്റ് പഠിക്കുക അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഓരോ സബ്ജക്ട്സിലും നമ്മളുടെ പൊസിഷൻ എന്താണ്, നമ്മളുടെ സ്ട്രെങ്ത് എവിടെയാണ്, നമ്മുടെ വീക്ക്നെസ് എവിടെയാണ്, നമ്മളിനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ റീഡ് ചെയ്യുന്നത്, ഏത് തരത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് റോങ് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് മിനിമം ഒരു 3 ടെസ്റ്റ് നമുക്ക് എടുക്കാവുന്നതാണ്.